മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കൊണ്ടാലും പഠിക്കാത്ത പ്രതാപൻ്റെ അമ്മയ്ക്കും കരുണയ്ക്കും അതുപോലെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആ സ്വാമിക്കും നല്ല തിരിച്ചടി തന്നെ കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും പ്രതാപൻ്റെ നിർദ്ദേശം അനുസരിച്ച് സ്വാമി വീണ്ടും ആ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. ഇതോടുകൂടി ആ കൊച്ചിൻ്റെ കഥ ഞാൻ കഴിക്കും. എൻ്റെ ഭസ്മം പരാജയപ്പെട്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് പറ്റിയ വേറെ മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാമിയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ഗേറ്റ് കടന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ സ്വാമിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തോടുകൂടി ഈ കുഞ്ഞിൻ്റെ കഥ കഴിയുമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് ഹരി ഓം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ലേഖ ഇതാരാന്ന് അറിയാൻ വേണ്ടി വന്നു നോക്കുമ്പം ഈ സ്വാമി അന്ന് കണ്ടിട്ട് ലേഖയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, ആ സ്വാമി ആയിരുന്നോ, സ്വാമിയെ ഒന്നും കൂടി കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും സ്വാമി വന്നത് നന്നായി, മഹിക്ക് സ്വാമിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ ലേഖ അകത്തേക്ക് നോക്കിയിട്ട് മഹി എന്നും പറഞ്ഞ് വിളിച്ചതും മഹാലക്ഷ്മി വരുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് സ്വാമിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആ സ്വാമിയായിരുന്നോ, സ്വാമി അന്ന് വന്നെങ്കിലും സ്വാമിയോട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. എന്തായാലും സ്വാമി വന്നല്ലോ, നന്നായി, അകത്ത് കയറിയിരിക്കും സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വാമീനെ മഹാലക്ഷ്മി ലേഖയും കൂടി അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സ്വാമി ചോദിക്കുന്നുണ്ട്, കുഞ്ഞെന്തേ, കുഞ്ഞ് സുഖമായിരിക്കണമെന്ന് ചോദിക്കുമ്പം ആ മോള് സുഖമായിരിക്കണം സ്വാമി, അന്ന് സ്വാമി അനുഗ്രഹിച്ച് പോയിട്ട് മോൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, മോള് സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, എനിക്ക് കുഞ്ഞിനെ ഒന്നും കൂടി കാണണമെന്നുണ്ട്, ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചതും മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ലേഖ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീണ്ടും എന്തിനാ സ്വാമി വന്നേ, മഹി പറഞ്ഞിട്ടാണെന്ന് ചോദിക്കുമ്പം ഇല്ല ലേഖയെ, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അന്ന് തന്നെ നമ്മൾ പറയാതെ അല്ലേ സ്വാമി ഇവിടെ വന്നത്, എനിക്ക് തോന്നണത് ഈ സ്വാമി ഇവിടെ വരുന്നത് ആ അമ്മയുടെ പ്ലാൻ അനുസരിച്ചാണെന്നാണ് തോന്നണേ, ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു സിദ്ധയായ അമ്മയെക്കുറിച്ച്, ആ അമ്മ പറഞ്ഞു വിട്ടിട്ടായിരിക്കും ഈ സ്വാമി വരുന്നത്. അന്ന് തന്നെ ആ കരുണ പായസത്തിൽ വിഷം ചേർത്ത് വെച്ച അന്ന് ഇതുപോലൊരു സ്വാമി വന്നിരുന്നു. എന്നിട്ട് ആ സ്വാമി വിഷം ചേർത്ത് വെച്ച പായസം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചു. അങ്ങനെ അന്ന് ആ അപകടത്തിൽ നിന്നും ഞാനും കണ്ണേട്ടനും രക്ഷപ്പെട്ടെ. അതുപോലെ തന്നെ ഈ സ്വാമിയെ പറഞ്ഞു വിട്ടതും ആ അമ്മ തന്നെയായിരിക്കും. അന്നേരം ലേഖ പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ ഒരിക്കൽ കൂടി സ്വാമി വന്നല്ലോ, നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി സ്വാമിയുടെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ലേഖയും മഹാലക്ഷ്മിയും കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സ്വാമിയാണെങ്കിൽ കുഞ്ഞിനെ കണ്ടതും ഇത് അത്ഭുത ശക്തിയുള്ള കുഞ്ഞാണെന്നാണ് തോന്നണേ, അല്ലെങ്കിൽ എൻ്റെ ഭസ്മത്തെ അതിജീവിക്കേണ്ടതല്ല, എന്തായാലും എൻ്റെ ഭസ്മത്തിൽ നീ ചത്തില്ല, ഈ മരുന്നിൽ നീ എന്തായാലും മരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി ലേഖയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്വാമി വീണ്ടും വന്നു എന്നുള്ള സന്തോഷമാണ് ഇവർക്ക് മനസ്സിലാവണില്ല ഇയാൾ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വന്നേക്കണേന്ന്. എന്നിട്ട് ഇയാൾ വേഗം തന്നെ അയാളുടെ സഞ്ചിയിൽ നിന്നും ഒരു കുപ്പി എടുത്തിട്ട് മഹാലക്ഷ്മിയോടും ലേഖയോടുമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, ഇത് പുണ്യതീർത്ഥം, ഇത് ഞാൻ കുഞ്ഞിന് കൊടുക്കണേന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല സ്വാമി കുഞ്ഞിന് കൊടുത്തോന്ന്. അങ്ങനെ ഇയാൾ ആ വിഷം ചേർന്ന വെള്ളം കുഞ്ഞിൻ്റെ വായിലായിട്ട് തുള്ളിയായിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞത് നുണഞ്ഞിറക്കണമുണ്ട്. ആ സമയത്ത് ആ സ്വാമി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതോടുകൂടി നിൻ്റെ കഥ കഴിഞ്ഞ്, എന്തായാലും വിഷത്തെയും ഭസ്മത്തെയും അതിജീവിച്ച നിനക്ക് ഇത് അതിജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും ഈ സ്വാമി കുഞ്ഞിനെ മഹാലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്നാൽ ഞാൻ പോട്ടെ മോളെന്നും പറഞ്ഞു കൊണ്ട് പോകുമ്പം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, സ്വാമി നിനക്ക് ദക്ഷിണയൊന്നും തന്നില്ലല്ലോ എന്നും പറഞ്ഞ് പൈസ കൊടുക്കാൻ തുടങ്ങിയെന്ന് സ്വാമി പറയുന്നുണ്ട്. വേണ്ട മോളെ, എനിക്ക് ദക്ഷിണയൊന്നും വേണ്ട, എനിക്ക് കുഞ്ഞിനെ അനുഗ്രഹിക്കാനുള്ള നിയോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും കുഞ്ഞ് ദീർഘായുസായിട്ട് വളരും, അതുപോലെ തന്നെ വളർന്നു വരുമ്പം കുഞ്ഞ് നല്ല പ്രശസ്തിയാവുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും ലേഖ പറയുന്നുണ്ട്, എന്തായിരിക്കുമോ മഹി അയാൾ വീണ്ടും കുഞ്ഞിനെ അനുഗ്രഹിക്കാനായിട്ട് വന്നേന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ലേഖയെ, അത് ആ സിദ്ധിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വന്നെയായിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ഇപ്പം ആ കുഞ്ഞിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും അമ്മയെന്ന് പറഞ്ഞതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് പ്രതാപ, നീ ഒന്നും മിണ്ടാതിരിക്കാമോ, നീ എത്ര പ്രാവശ്യം ഇങ്ങനെ ഓരോരുത്തരുടെ കഥ കഴിച്ചതോ, എന്നിട്ട് കഥ കഴിഞ്ഞതൊക്കെ നമ്മളുടെ തന്നെയാന്ന് പറയുമ്പോൾ ഇത് അതുപോലെ അല്ല അമ്മേ, അന്നാ അയാൾ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് കൊടുത്തതാ, എന്നാ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, പക്ഷെ ഇന്ന് അയാൾ ഉഗ്രശക്തിയുള്ളൊരു വിഷമായിട്ട് അങ്ങോട്ട് പോയേക്കണേ, എന്തായാലും കുഞ്ഞിന് വിഷം കൊടുത്ത് കാണുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, തൽക്കാലം നീ ഇത് കരുണമോളോട് പറയാൻ നിൽക്കണ്ട, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കട്ടെ, സംഭവിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ മോൾ ഒരുപാട് ആശിക്കും, പിന്നീട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ടാൽ മോൾക്ക് നിരാശയാവും, പിന്നെ മോള് ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ലമ്മേ ഇത് വിജയിക്കും, അയാൾ എനിക്ക് ഉറപ്പ് തന്നേക്കണേ.
കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ പ്രതാപന്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവര് മോഹിനിയെ കണ്ടതും സംസാരം നിർത്തുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഗൂഢാലോചനയിലാണോ എന്ന് ചോദിക്കുമ്പം, നീ എന്താ മോഹിനി ഇങ്ങനെ പറയണേ, ഞങ്ങൾ എന്ത് ഗൂഢാലോചന നടത്താനാന്ന് ചോദിക്കുമ്പം, അല്ല നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും എപ്പോഴും മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെയും എത്രയോ പ്രാവശ്യം നിങ്ങൾ കൊല്ലാൻ നോക്കി, ഇനിയിപ്പോ ആ കുഞ്ഞിനെയാണോ നിങ്ങൾ ലക്ഷ്യം വെച്ചേക്കണേന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് പ്രതാപനും പ്രതാപന്റെ അമ്മയ്ക്കും സംശയമായിട്ട് അവർ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപന്റെ അമ്മ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ മോഹിനി ഈ പറയണേ, ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ കുഞ്ഞിനെ കൊല്ലാനൊക്കെ നോക്കൂന്ന്. അതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കുഞ്ഞ് വലിയതെന്നൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് ആരെയും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ തിരിച്ച് കമലേശ്വരത്തേക്ക് ചെല്ലുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇത്ര നേരം എവിടെയായിരുന്നടി എന്ന് ചോദിക്കുമ്പം, ഞാൻ അച്ഛനെയും മുത്തശ്ശിയും കണ്ടിട്ട് വരുന്ന വഴി അനന്തുവേട്ടൻ്റെ വീട്ടിൽ പോയി എന്ന് പറയുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അനന്തുവേട്ടൻ്റെ വീട്ടിലോട്ട് പോയാൽ, നിനക്ക് അവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം, ഞാൻ ലക്ഷ്മീനെയും കുഞ്ഞിനെ ഒന്ന് കാണാൻ പോയത് അമ്മയെന്ന് വളരെ താഴ്മയോടുകൂടിയാണ് ഈ കരുണ പറയണത്. അപ്പോൾ തന്നെ ദുർഗയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് ദുർഗ സംശയത്തോടുകൂടി തന്നെ കരുണയോട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാടി നീ ഇപ്പോൾ ലക്ഷ്മീനെയും കുഞ്ഞിനെയും കാണാൻ പോയ, നിനക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ മഹാലക്ഷ്മിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇപ്പം നീ പോയത് എന്തെങ്കിലും നാടകം കാഴ്ചവെക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തിരുത്താനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചേക്കണേന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമില്ലടി, നീ നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അതേ സ്വഭാവത്തിലാണ് വളർന്നു വന്നേക്കണേ, എന്തായാലും നീ ആ കുഞ്ഞിനെയോ മഹാലക്ഷ്മിയോ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ പോയതായിരിക്കും എന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞാൻ ഒരുപാട് മാറി അമ്മ മാറിയില്ലേ, അതുപോലെ തന്നെ ഞാനും മാറിയേക്കണേന്ന് പറയുമ്പം, ഞാൻ മാറിയെന്നുള്ളത് സത്യ, പക്ഷെ ഇതുവരെയും അതാരും വിശ്വസിച്ചിട്ടില്ല, പക്ഷെ നീ മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എന്നും മഹാലക്ഷ്മിയോട് വൈരാഗ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് മഹാലക്ഷ്മി നിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, മഹാലക്ഷ്മി നിന്റെ അടിമയായിട്ട് ജീവിക്കണമെന്നാണ് നീ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ അവളെയും കൂടി വിവാഹം കഴിച്ചു വിട്ടതും നിന്റെ വേലക്കാരിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ വന്നതോടുകൂടി മഹാലക്ഷ്മിയുടെ ജീവിതം നല്ലോണമായി, അത് കണ്ടിട്ട് നിനക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടായതുപോലും സഹിക്കാൻ പറ്റാതെ നിൽക്കാല്ലേടി നീ, അങ്ങനെയുള്ള നീ എന്തിനാ ലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാൻ പോയതെന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ അമ്മ, ഞാൻ ശരിക്കും അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ കാണാൻ പോയതെന്ന്. ഇത് കേട്ടിട്ട് ദുർഗയാണെങ്കിൽ വിശ്വസിക്കണമൊന്നുമില്ല. ഇനിയും അവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് കരുണയാണെങ്കിൽ ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മേളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കരുണേനെ കണ്ടിട്ട്, നീ എവിടെയാണെന്നടി ഇത്ര നേരം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിൽ പോയിട്ട് തിരികെ വന്നപ്പം ആ അനന്തുവേട്ടൻ്റെ വീട് വരെ പോയത്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അയാളുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചതും, അച്ഛനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പോയത്, അല്ലാതെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നിട്ട് നീ പോയിട്ട് അവരെയും കുഞ്ഞിനെയും കണ്ടോന്ന് ചോദിക്കുമ്പം, ആ കണ്ടു ഉണ്ണിയേട്ടാ, ആ കുഞ്ഞിനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, അതുമാത്രമല്ല ആ കുഞ്ഞിനെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് അവർ കിടത്തിയേക്കണേന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, സ്വർണ്ണത്തിൽ പൊതിയണേന് എന്നാ കുഴപ്പം, അയാൾക്ക് സ്വന്തമായിട്ടൊരു സ്വർണ്ണക്കടയില്ലേ, എന്തായാലും ഇനി അധിക ദിവസമൊന്നും ആ മഹാലക്ഷ്മിയും കുഞ്ഞും കണ്ണനും സന്തോഷമായിട്ട് ജീവിക്കൂല, അതിനുള്ള വഴിയൊക്കെ അച്ഛനും മുത്തശ്ശിയും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതും ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൂലേട്ടിൻ്റെ അന്നും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കുഞ്ഞ് മരിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അന്നൊന്നും സംഭവിച്ചില്ല, പക്ഷെ വീണ്ടും അച്ഛനും മുത്തശ്ശിയും അതിനുവേണ്ടി ആരും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഈ പ്രാവശ്യം വിജയിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നണേന്ന് പറഞ്ഞത് ഉണ്ണി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനൊരു മണ്ടനാ, മുത്തശ്ശിയാണെങ്കിൽ അതിലും വലിയ മണ്ടിയാ, അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യണതല്ലേ, അതെന്തായാലും വിജയിക്കൂല, അതിലെനിക്ക് ഉറപ്പുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ സിദ്ധയായ അമ്മേനെയാണ്. സിദ്ധയായ അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും ശത്രുക്കൾ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമല്ലോ മാർക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പണ്ടേ മാർക്കോയോട് പറഞ്ഞില്ലേ, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കുഞ്ഞിനെ അറിയാം, കുഞ്ഞ് തന്നെ അവർക്കുള്ള തിരിച്ചടി കൊടുത്തോളും. അന്ന് ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും കൊല്ലാൻ ചെന്ന ആ സ്വാമിക്കൊക്കെ ആ കുഞ്ഞ് തന്നെ തിരിച്ചടി കൊടുത്തതാ, എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല അത് ആ കുഞ്ഞിൻ്റെ ശക്തിയാണ്, അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരാ അമ്മ അതിന് ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരാ, ആ പ്രതാപൻ തന്നെ, അതിന് സപ്പോർട്ടായിട്ട് പ്രതാപൻ്റെ അമ്മയുണ്ട്. അപ്പം ഇനി അവരെ വെറുതെ വിട്ടാൽ ശരിയാവും അമ്മയെന്ന് ചോദിക്കുമ്പം, അവരെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട മാർക്കോ, അവർക്കുള്ള തിരിച്ചടി ഇപ്പം തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും മാർക്കോയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് തൊട്ടി കിടത്തിയതും ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. ലേഖ വന്നിട്ട് പറയുന്നുണ്ട്, ആ സ്വാമി വന്ന് പോയതിന് ശേഷം കുഞ്ഞിൻ്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ മഹി എന്ന് പറഞ്ഞത് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അത് ലേഖ പറഞ്ഞത് നേരെ, ആ സ്വാമിക്ക് എന്തൊക്കെയോ അത്ഭുത ശക്തികളുണ്ട് ലേഖയെന്ന്. ആ സമയത്ത്
ലേഖ പറയുന്നുണ്ട് അത് മഹി പറഞ്ഞത് നേരാ, അന്ന് നമ്മൾ വിളിക്കാതെ തന്നെയല്ലേ കുഞ്ഞിൻ്റെ നൂലെട്ട് സമയത്ത് സ്വാമി ഇവിടെ വന്ന് അന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ കള്ളസ്വാമിയാണെങ്കിൽ വഴിക്കടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പോണ സമയത്ത് സ്വാമി ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്, മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അന്ന് എൻ്റെ ഭസ്മത്തെ അതിജീവിച്ചവള് ഇന്ന് എൻ്റെ വിഷത്തെ അതിജീവിക്കില്ല, ഈ സമയം കൊണ്ട് തന്നെ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവുമെന്ന്. ഇതേ സമയം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വേഗം തന്നെ സ്വാമി ചുറ്റും നോക്കുമ്പം ആരെയും കാണുന്നില്ല. ആ വഴിയാണെങ്കിൽ വിജനമായ വഴിയാ, ഈ വഴിയിൽ ആരായിരിക്കും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടേക്കണേ, എന്തായിരിക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും വീണ്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും ഈ സ്വാമി വിചാരിക്കുന്നുണ്ട് അന്ന് ആ കുഞ്ഞിന് ഭസ്മം തൊടിയിച്ചിട്ട് ഞാൻ പോരുന്ന സമയത്തും ഇതുപോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിരുന്നു. അതിനുശേഷം എൻ്റെ ദേഹത്തേക്ക് എന്തോ വന്ന് വീണതും എൻ്റെ ദേഹം ആകെ ചൊറിഞ്ഞതും ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മാവ് തന്നെയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും പുറകിൽ നിന്നും ഒക്കെ ഇങ്ങനെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ സമയം സ്വാമി പുറകോട്ട് തിരിയുമ്പോൾ അപ്പുറം സൈഡിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. സ്വാമിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്, ഇതെന്തായിരിക്കും ഇങ്ങനെ, ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇതിപ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മാവായിരിക്കുമോ, എന്നാലും കുഞ്ഞിൻ്റെ ആത്മാവ് ഇങ്ങനെ ശല്യം ചെയ്യാനൊന്നും വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സ്വാമി പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ ആത്മാവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തോ മന്ത്രം ചൊല്ലിയതും അന്ന് സംഭവിച്ചതുപോലെ തന്നെ സ്വാമിയുടെ മേത്തേക്ക് കുറേ ഭസ്മം എന്ന് വീഴുന്നുണ്ട്. ഭസ്മം വീണ സ്ഥലമൊക്കെ പൊള്ളണത് പോലെ സ്വാമിക്ക് തോന്നിയിട്ട് ഇതെന്താ ദേഹമൊക്കെ പൊള്ളണേന്നും പറഞ്ഞ് സ്വാമി ദേഹമൊക്കെ ഇങ്ങനെ തൂത്തോണ്ട് ഓടണ സമയത്ത് അമ്പലത്തിലിരുന്ന് നമ്മളുടെ ആ ദിവ്യയായ അമ്മ നല്ലോണം കിടന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മയെ ചിരിക്കണേന്ന് ചോദിക്കുമ്പം ഇതൊക്കെ കണ്ടാൽ പിന്നെ ചിരി വരാതിരിക്കണേ എങ്ങനെയാ മാർക്കോ, നമ്മളുടെ കണ്ണൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോയ അയാളിപ്പോൾ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമെന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി അവന് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നരുതമ്മേ, അതുപോലുള്ള പണി അവന് കൊടുക്കണം എന്ന് പറയുമ്പം അത് ഞാൻ കൊടുക്കാതിരിക്കുമോ മോനെ, ഞാൻ കൊടുത്തില്ലെങ്കിലും ആ കുഞ്ഞ് തന്നെ കൊടുത്തോളും. ഇപ്പം ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നുള്ള പണി കിട്ടിയിട്ടുണ്ട് അയാൾക്ക് മാത്രമല്ല ആ പ്രതാപൻ്റെ അമ്മയ്ക്കും പിന്നെ അതിന് സപ്പോർട്ട് നിന്ന വേറൊരാളുണ്ട്, അയാൾക്കും ഈ പണി തന്നെ കിട്ടുമെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മളുടെ പ്രതാപനും ദേഹമൊക്കെ പൊള്ളണ പോലെ തോന്നിയിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട്, അമ്മേ എൻ്റെ ദേഹമൊക്കെ പൊള്ളു അമ്മയെ, എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മയും റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒരു കാര്യം തന്നെയാണ് പറയണത്, എനിക്കും അതേടെ പ്രതാപ കുറച്ചു നേരമായി എൻ്റെ ദേഹമൊക്കെ പൊള്ളിയതുപോലെ എനിക്ക് വേദനിക്കുവാന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ പ്രതാപൻ്റെ അമ്മയെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല തിരിച്ചടി തന്നെയാണ് ഇനി കിട്ടാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.